നമസ്കാരം. മാത് കഫേയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് തന്നിരിക്കുന്ന ആംഗിൾ ബൈസെക്ടർ എങ്ങനെയാണ് വരയ്ക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. തന്നിരിക്കുന്ന കോണിന്റെ കോൺ സമഭാജി വരയ്ക്കുന്നത് എങ്ങനെയാണ് എന്ന് നമുക്ക് നോക്കാം. ഇവിടെ AOB എന്നൊരു കോണ് നമ്മുടെ കയ്യിലുണ്ട്. ഈ കോണിനാണ് നമ്മൾ ആംഗിൾ ബൈസെക്ടർ വരയ്ക്കാൻ പോകുന്നത്. ആദ്യം ചെയ്യേണ്ടത് ഈ O എന്ന ബിന്ദു കേന്ദ്രമാക്കിക്കൊണ്ട് ഒരു ചാപം വരയ്ക്കുക. ഈ ചാപം AO എന്ന വശത്തിനെ Cയിലും OB എന്ന വശത്തിനെ Dയിലും കൂട്ടിമുട്ടുന്നു. First, draw an arc with OS center and radius less than OA. CD എന്നീ ബിന്ദുക്കൾ കൂട്ടിയോജിപ്പിക്കുക. സിയും ഡിയും നമ്മൾ കൂട്ടിയോജിപ്പിക്കുമ്പോൾ നമുക്കിവിടെ ഒരു ലൈൻ സെഗ്മെന്റ്, ഒരു രേഖാഖണ്ഡം കിട്ടുന്നു. കഴിഞ്ഞ വീഡിയോയിൽ എങ്ങനെയാണ് ഒരു ലൈൻ സെഗ്മെന്റിന്റെ പെർപെൻഡിക്കുലർ ബൈസെക്ടർ വരയ്ക്കുന്നത് എന്ന് നമ്മൾ കണ്ടു. ഇതിനു വേണ്ടിയിട്ട് CD എന്ന ലൈൻ സെഗ്മെന്റിന് പെർപെൻഡിക്കുലർ ബൈസെക്ടർ വരയ്ക്കുന്നത് എങ്ങനെയാണ് എന്നൊന്നുകൂടെ നമുക്ക് നോക്കാം. ആദ്യം C എന്ന പോയിന്റ് സെന്റർ ആക്കി എടുത്തുകൊണ്ട്, C എന്ന ബിന്ദു കേന്ദ്രമാക്കി എടുത്തുകൊണ്ട് CD-യുടെ പകുതിയിലും അധികം നീളം ആരമാക്കി നമ്മൾ ഒരു ആർക്ക് വരയ്ക്കുന്നു. C സെന്ററും മോർ ദാൻ ഹാഫ് ദി ലെങ്ത് ഓഫ് CD റേഡിയസ് ആക്കി എടുത്തുകൊണ്ട് നമ്മൾ ഒരു ചാപം വരയ്ക്കുന്നു. ഇനി D സെന്റർ ആക്കി എടുത്തുകൊണ്ട് അതേ റേഡിയസ് ഉപയോഗിച്ച് നമ്മൾ മറ്റൊരു ചാപം വരയ്ക്കുന്നു. ഈ രണ്ട് ചാപങ്ങളും കൂട്ടിമുട്ടുന്ന ബിന്ദുവിൽ നിന്ന് Oയിലേക്ക് നമ്മളൊരു ലൈൻ സെഗ്മെന്റ് വരയ്ക്കുന്നു. ഈ ലൈൻ സെഗ്മെന്റ് CD-യുടെ പെർപെൻഡിക്കുലർ ബൈസെക്ടർ ആണ്. അതുപോലെ തന്നെ ഈ ലൈൻ സെഗ്മെന്റ് AOB എന്ന ആംഗിളിന്റെ ആംഗിൾ ബൈസെക്ടറുമാണ്. ഈ പോയിന്റിനെ നമ്മൾ P എന്ന് വിളിച്ചാൽ AOPയും POBയും ഈക്വൽ ആണ്.